മണിക്കൂർ ആയിരക്കണക്കായ മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ. അത് ആദിത്യനാഥ് ചെയ്താലും, അത് യോഗി ആദിത്യനാഥ് ചെയ്താലും, അമിത്ഷാ ചെയ്താലും, നരേന്ദ്രമോദി ചെയ്താലും, അത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ചെയ്താലും തെറ്റാണെന്ന് പറയണം. ഇപ്പൊ പറയുന്നത് സർക്കാരിന്റെ ഭൂമിയാണ്, സർക്കാരിനെ പിടിച്ചെടുത്തേ പറ്റൂ, പകരം ഞങ്ങള് പാർപ്പിട സമുച്ചയം ഒരുക്കി കൊടുക്കും, തർക്കമില്ല, ഒരുക്കി കൊടുക്കുക തന്നെ വേണമെന്നാണ് SDPM ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഒരിക്കലിന് ശേഷമാകണമായിരുന്നു. ഈ മരം കോച്ചുള്ള തണുപ്പിൽ വൃദ്ധരെയും കുട്ടികളെയും ഗർഭിണികളെയും നടുറോട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ, തെരുവിലേക്ക് വലിച്ചെറിയുമ്പോ എന്ന് മാത്രമാണ് SDPM പറയുന്നത്. ആ ഭാവങ്ങൾ അടുത്തേക്ക് ഓടിക്കൊള്ളുന്ന പാർട്ടിയുടെ പേര് SDPM എന്ന. രാജ്യത്ത് ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ SDPM ജനങ്ങളോടൊപ്പം മുന്നിൽ വന്ന് നിൽക്കുന്നു. അതാണ് ഇവരുടെ പ്രശ്നം. ഞാൻ പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് വോട്ട് ചോദിച്ചപ്പോൾ വോട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസിസ്റ്റ് ഇടതുപക്ഷക്കാരനോ വോട്ട് ചോദിച്ചപ്പോൾ വോട്ട് കൊടുത്തു പറഞ്ഞ ജനങ്ങള് നമ്മളെല്ലാവരും കൊടുത്തില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വോട്ട് ചോദിച്ചപ്പോൾ കൊടുത്തില്ലേ? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ സമൂഹം വോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു പ്രശ്നം വരുമ്പോ കൂടെ നിന്നാൽ ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾ പറയുന്നു സാധിച്ചിട്ടില്ല. ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇവിടെ ഒരു പുതിയ രാജ്യീയ പ്രസ്ഥാനത്തിന് ഞങ്ങൾ രൂപം കൊടുത്തപ്പോ ആളുകൾ കൂട്ടമായി കടന്നു വരുന്നത്. കൂടെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ചിന്തിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ കാലത്താണ് SDPM. അപ്പൊ ഈ ഫൈസൽ സാഹിബിനെ പോലെയുള്ള, സിന്ധുവെച്ചിയെ പോലുള്ള, ആയിഷയെ പോലുള്ള ആളുകൾ കടന്നു വരിക. അതാ ഞാൻ പറഞ്ഞത്, വെറും കൈയോടെ 2009 ഞങ്ങൾ പിറവിയെടുത്ത് വരുമ്പോ ഞങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ നിന്ന്. ഞങ്ങളുടെ കയ്യിൽ 102 പഞ്ചായത്ത് മെമ്പർമാർ കേരളത്തിൽ. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിക്കുമ്പോ 800-900-ത്തിനടുത്ത് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ മെമ്പർമാർ. ഒറ്റക്ക് നിന്നിട്ടാണ്, ഒറ്റ ചിഹ്നത്തിലാണ്. ഞങ്ങളൊരു മുന്നണിയുടെയും ഭാഗമല്ല. LDF എന്ന് പറയുന്ന 5-6 പാർട്ടികൾ ചേർന്ന, 11 പാർട്ടികൾ ചേർന്ന ഒരു സംവിധാനം, ഒരുപാട് UDF 5-6 പാർട്ടികൾ ചേർന്ന സംവിധാനം. വലിയ ഇളപ്പടക്കുമ്പോ അതൊക്കെ ഒന്ന് പരിശോധിക്കണം. NDA എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം. ഇതിനിടയിലൂടെ വളരെ കൃത്യമായി രാഷ്ട്രീയം മാത്രം പറഞ്ഞു, വർഗീയത പറയാതെ BJPക്കാരന്റെ വോട്ട് ഇവിടെ വോട്ട് വിളിച്ച് പുറത്തു വന്നതുപോലെ 50 വോട്ടെങ്കിലും 50 ലക്ഷം കൊടുത്തിട്ടായാലും വാങ്ങണമെന്ന് മുസ്ലിം ലീഗുകാരന്റെ വോയിസ് പുറത്തു വരുമ്പോ ഞങ്ങൾ പറയേണ്ട പ്രിയപ്പെട്ട മുസ്ലിമുകാരാ, ഞങ്ങളൊരു 1000 വട്ടം പരാജയപ്പെട്ടാലും ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല BJPക്കാരന്റെ വോട്ട് വാങ്ങാൻ. അത് ഞങ്ങളുടെ നിലപാടാണ്. എങ്ങനെ സാധിക്കും നിങ്ങൾക്ക്? ഞങ്ങൾ പല ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, RSSകാരനോട് നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം. ആ നിലപാടെന്ന് പറയുന്നത് നിങ്ങളെ കയ്യിൽ നിന്ന് അവനൊരു ഉപ്പിട്ട വെള്ളം കുടിക്കരുത്, അവന്റെ ഒരു നാരകത്തിന്റെ വെള്ളം നിങ്ങളും വാങ്ങി കുടിക്കരുത്. അത്രമാത്രം അവന്റെ പ്രത്യയശാസ്ത്രത്തോട് ഒരു നിലപാടുമായിരിക്കണം നമുക്ക്. കാരണം അവർ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാൻ പണിയെടുക്കുന്നവരാ, അവർ രാജ്യത്തെ തകർക്കാൻ പണിയെടുക്കുന്നവരാ. അത്തരമൊരു ശക്തികളോട് നിലപാട് വേണം. എന്നിട്ട് ഞങ്ങളെ വർഗീയവാദികളെന്ന്, തീവ്രവാദികളെന്ന് വിളിക്കുക. എന്താണ് ഞങ്ങൾ കേൾക്കുന്ന അയ്യൂരിലെ ജനാധിപത്യ സമൂഹമേ ഞങ്ങൾ ചെയ്ത തെറ്റ്? RSSനെ ഇന്ത്യ രാജ്യത്തെ എതിർത്തതോ? നിങ്ങളറിയോ? അതിനിടയിലെ സമയക്കുറവുകൊണ്ട് ചുരുക്കി പറയാം, SDPM അങ്ങ് ഇല്ലാതാക്കി കളയാൻ ഇവരെല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തി. SDPM മത്സരിക്കുന്ന ഇടങ്ങളിൽ ക്രോസ് വോട്ടുകൾ ചെയ്തു. BJPക്കാരന്റെ വോട്ട് വാങ്ങി. അങ്ങനെ SDPMയെ ഒരു 10 അംഗത്തിൽ നിർത്തിക്കളയണം. ഇനി SDPMക്ക് കേരളത്തിൽ ഒരു ചാൻസ് ഉണ്ടാവരുത്. പക്ഷെ ഞങ്ങൾ കുറച്ച് നിഷ്കളങ്കരാണ്. ഞങ്ങൾ ഇവരെ പോലെ വിതന്ത്രങ്ങളില്ല ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങൾ ജനങ്ങളോട് നേരിട്ട് രാഷ്ട്രീയം പറയുക, രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുക, സംസ്ഥാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുക. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളായി അയ്യൂർ പഞ്ചായത്ത് ഭരിച്ചിട്ട് ഇവിടെ ഒരു അംഗൻവാടി പോലും മൂലമില്ലെങ്കിൽ, അതുപോലെ തന്നെ ഒരു വായനശാലയില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കുക
വിജയിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അവകാശങ്ങൾ നിങ്ങൾ അർഹരിലേക്ക് എത്തിക്കും, വിവേചനമില്ലാത്ത വികസന ജനങ്ങൾ നടത്തും. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വോട്ട് ചോദിച്ചത്. പക്ഷേ ഇവർ BJP-ക്കാരന്റെ വോട്ട് വാങ്ങി, ഇവർ ക്രോസ് വോട്ടുകൾ ചെയ്തു. SDPI വിജയിക്കുന്നിടങ്ങളിലൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ